നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കേരളത്തിൻ്റെ ഒരു പെക്യുലർ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പം നമ്മളിവിടെ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡിൻ്റെ ഡെൻസിറ്റിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ഡെൻസിറ്റി എന്ന് പറയുന്നത് കേരളമാണ്. 1000 പേർക്ക് 500 വാഹനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. കൂടാതെ നമ്മൾ നോക്കുമ്പം ഒരു വർഷം നമുക്ക് കാണുന്ന ആക്സിഡൻസ് 45,000ഓളം ആക്സിഡൻസാണ് നടക്കുന്നത്. ഈ ആക്സിഡൻസിൻ്റെ അകത്ത് നമ്മൾ ഏകദേശം 4,500ഓളം പേരാണ് ജീവൻ അടയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു ദിവസം നമുക്ക് ശരാശരി നോക്കിയാൽ 11-12 പേരോളം ഒരു ദിവസം മരിക്കുകയാണ് ആക്സിഡൻറ്റിൽ മാത്രം. അത് നമ്മളിപ്പം ഈ 4 വഴി പാത വരുന്നതിന് മുമ്പുള്ള കഥ. ഇപ്പം 4 വഴി പാത വന്നുകൊണ്ടിരിക്കുന്നു. സർക്കാർ പറയുന്നു ഒരു വർഷത്തിൻ്റെ അകത്ത് 4 വഴി പാത പൂർത്തീകരിക്കുന്നതായിരിക്കും. എന്നാലും നമുക്ക് ഈ റോഡിൻ്റെ ഡെൻസിറ്റി വെച്ച് നോക്കുമ്പോൾ വെഹിക്കിൾസിന് എണ്ണം കൂടുമ്പോൾ 4 വഴി പാത തികഞ്ഞിന് വരത്തില്ല. നമ്മളെപ്പോഴും നമുക്ക് ഔട്ട്ഡേറ്റഡ് ആയിപ്പോൾ നമ്മൾ ഏത് കാര്യം തുടങ്ങിയാലും നമ്മൾ ചെയ്തു വരുമ്പോൾ അപ്പോഴത്തേക്ക് 6 വരി പാതയുടെ സ്ഥിതി വരുമ്പോഴാണ് 4 വരി പാതയായിട്ട് വരുന്നത്. അതേപോലെയാണ് റെയിൽവേയുടെ സ്ഥിതി. റെയിൽവേ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡെൻസിഫൈഡ് ആയിട്ടുള്ള ഒരു റെയിൽ ലൈനാണ്. നമുക്ക് ഏകദേശം 95%ഓളം സാച്ചുറേറ്റഡ് ആണ് നമ്മൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് റെയിൽവേ സിസ്റ്റം. അതുകൊണ്ടാണ് നമ്മുടെ പല ട്രെയിനിലും ആവറേജ് സ്പീഡിന് 60-70 അകത്തേ ഓടുന്നുള്ളൂ. കാരണം ആ സ്പീഡേ ടച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം നമുക്കുള്ള സ്റ്റോപ്സും ഇതിൻ്റെ ബെൻസും എല്ലാം നോക്കുമ്പോൾ അങ്ങനെ ഈ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് വന്ദേ ഭാരത് വരുന്നതും വന്ദേ ഭാരത് നമുക്ക് ആ സ്പീഡ് എന്താണ് നമ്മൾ ആ സ്പീഡിൻ്റെ നേട്ടം എന്നുള്ളത് കാണിച്ചു തരാൻ പറ്റിയത് വന്ദേ ഭാരത് വന്നപ്പോഴാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഇത്രയും മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തിന് നമ്മൾ കണ്ണൂരോ അല്ലെങ്കിൽ മംഗലാപുരത്ത് എത്താൻ പറ്റുന്നു. തിരുവനന്തപുരത്ത് പോലും നമ്മൾ നോക്കുക കോട്ടയം വഴി പോയാൽ 3 മണിക്കൂർ കൊണ്ട് എത്തുന്നു. ആലപ്പുഴ വഴി പോയാൽ 2.5 മണിക്കൂർ കൊണ്ട് കൊച്ചി എത്തുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പം റെയിൽ ഓഫ് സിൽവർ ലൈൻ എന്ന് പറഞ്ഞ പദ്ധതി അന്ന് പറഞ്ഞത് 4 മണിക്കൂർ കൊണ്ട് 530 കിലോമീറ്റർ തിരുവനന്തപുരത്തും കാസർഗോഡ് വരെ എത്തുന്നതായിരിക്കും. അത് 2 വരി പാതയായിരിക്കും. എല്ലാ 30 മിനിറ്റും ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്നാണ് അന്നത്തെ അവിടെ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൽ അവർ കൊടുക്കുന്നത് അപ്രൂവൽ കിട്ടുന്നതും 2019 തോന്നുന്നു. അത് 2020 DPR ഒക്കെ കൊടുക്കുന്നത്. പക്ഷേ അത് അന്ന് 64,000 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ്. നമ്മൾ ആലോചിച്ചോളണം. നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞ് റെയിലിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ കോവിഡ് വന്ന് എല്ലാം വന്നിപ്പം 5 വർഷമായി നമ്മൾ ഈ പദ്ധതി പറ്റി സംസാരിച്ച് തുടങ്ങും. ഇപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ആയിട്ടുള്ള പദ്ധതിയുടെ കോസ്റ്റ് കയറിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഹൈ സ്പീഡ് ട്രാവൽ ആവശ്യമാണ്. അത് റെയിലാവട്ടെ അതുപോലെ ഇന്ത്യൻ റെയിൽവേ ആവട്ടെ എന്തായാലും നമുക്ക് ഇപ്പോൾ വന്ദേ ഭാരത് ഇനി ഇവിടെ ഓട്ടിക്കാനായിട്ട് പദ്ധതി ഇടാനായി അല്ലെങ്കിൽ അടുത്ത 2 വന്ദേ ഭാരത് ഓട്ടിക്കാനുള്ള സ്പേസ് നമുക്കില്ല. റെയിൽവേ മിനിസ്ട്രി ഉദ്ദേശിച്ചാൽ അവർക്ക് വേണമെങ്കിൽ 3ാമത്തെ റെയിൽവേ പാത ഉണ്ടാക്കാൻ പറ്റും. അതിനും ലാൻഡ് അക്വിസിഷനുണ്ട്. പിന്നെ പല കാര്യങ്ങളും അതൊക്കെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നമ്മൾക്ക് എടുത്തു വരുമ്പോൾ കാലതാമസം ഉണ്ടാകും. അപ്പോൾ റെയിൽ എന്ന് പറയുന്ന ഒരു ഗ്രീൻഫീൽഡ് പ്രോജക്റ്റാണ്. അപ്പോൾ ആ റെയിൽ തീർച്ചയായിട്ടും ഹൈ സ്പീഡ് കോറിഡോർ നമുക്ക് വേണം, സിൽവർ ലൈൻ വേണം. പക്ഷേ ഈ സിൽവർ ലൈൻ ആൾക്കാരെ വിശ്വാസത്തെ എടുത്തിട്ട് ഓരോ വീട്ടുകാരെയും വിശ്വാസം എടുത്തിട്ട് വേണം നമുക്ക് സിൽവർ ലൈൻ കൊണ്ടുപോകാൻ. പിന്നെ ഇവിടെ കാണുന്നത് എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ പല പദ്ധതിയും ചെയ്യുമ്പം അതിൽ ആൾക്കാരെ വിശ്വാസത എടുക്കാതെ വരുമ്പം അതിനായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ ഒരു പദ്ധതി മുടങ്ങിപ്പോകുന്നത്. അതിപ്പം കപട പരിസ്ഥിതിവാദികളുണ്ട്, RTI ആക്ടിവിസ്റ്റ്, ബ്ലാക്ക് മെയിലേഴ്സായിട്ട് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. ഏത് പദ്ധതിയും തുരങ്കം വയ്ക്കുക, മുടക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇറങ്ങുന്ന ആൾക്കാരെ കൂടുതൽ. നമ്മൾ അതല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ഒരു പരാതിയാണ് റെയിൽ വന്നു ഇട്ട സർവേ കല്ല് അടുക്കളയ്ക്കകത്ത് കൊണ്ടിട്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു വ്യക്തതയോടെ ഈ പോകുന്ന റൂട്ടൊക്കെ ഇപ്പം നമ്മളിപ്പം ഇത്രയും 5 വർഷമായി നമ്മൾ പഠിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും പഠിച്ച ശേഷം നമ്മൾ നല്ല രീതിയിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.